ഇറാനുമായുള്ള സമാധാന ആണവ ചർച്ചകൾക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അബ്രഹാം ഉടമ്പടികൾ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയാണ്. ഇതിനിടെ ചർച്ചയാവുകയാണ് പാകിസ്ഥാൻ പാസ്പോർട്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിന് മുമ്പ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പാകിസ്ഥാൻ ഇതോടെ പ്രതിസന്ധിയിലാണ്. ഇരു രാജ്യങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങൾ തികച്ചും വ്യത്യസ്തമാണെന്ന് പറഞ്ഞ് അബ്രഹാം കരാറിനായുള്ള ട്രംപിന്റെ നീക്കത്തെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ശക്തമായി നിരാകരിച്ചെങ്കിലും പാകിസ്ഥാൻ സർക്കാരോ വിദേശകാര്യ മന്ത്രാലയമോ ഇതേക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവനയൊന്നും നടത്തിയിട്ടില്ല. രാജ്യത്തെ നിലവിലുള്ള പാസ്പോർട്ട് നയത്തിനെ കുറിച്ചുള്ള ഒരു പ്രധാന ഭാഗം ആസിഫ് തന്റെ നിരസനത്തിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്. യാത്രാരേഖകളിൽ പ്രതിഫലിക്കുന്ന ഇസ്രയേലിനെ അംഗീകരിക്കരുതെന്ന് പാകിസ്ഥാൻ വ്യക്തമായ നിലപാടുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഇസ്രയേൽ ഒഴികെയുള്ള എല്ലാ ലോക രാജ്യങ്ങൾക്കും ഇത് സാധുവാണെന്ന് പാകിസ്ഥാൻ പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണവൽക്കരിച്ചാൽ ഈ നിബന്ധന ഒഴിവാക്കേണ്ടി വരും. പാസ്പോർട്ട് പാരഡോക്സ് എന്ന പേരിലാണ് ഈ പ്രതിസന്ധി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത്. ബന്ധത്തിൽ ഇസ്രയേലിനെ അംഗീകരിക്കൽ, എംബസികൾ അല്ലെങ്കിൽ കോൺസുലേറ്റുകൾ തുറക്കൽ, അതുപോലെ വ്യാപാരം, യാത്രാ വിസ കരാറുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പാസ്പോർട്ടുകളിൽ നിലവിലുള്ള നിയന്ത്രണം ഇനി സാധുവായിരിക്കില്ല. പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഇസ്രയേലിനെ അംഗീകരിക്കില്ലെന്നതാണ് ഇസ്ലാമാബാദിന്റെ ഔദ്യോഗിക നയം. പാകിസ്ഥാൻ പാസ്പോർട്ടിൽ ഇസ്രയേലിനെ ഒഴിവാക്കുന്ന കുറിപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നതും ഈ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. അതിനാൽ പാക് പാസ്പോർട്ടിൽ നിന്ന് ഇസ്രയേൽ വിലക്ക് നീക്കുന്നത് ഭരണപരമായ മാറ്റം മാത്രമായിരിക്കില്ല, മറിച്ച് രാജ്യത്തിന്റെ ചരിത്രപരമായ വിദേശ നയത്തിലെ വഴിത്തിരിവായിരിക്കുമെന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം ജനസംഖ്യയുടെ 10 മുതൽ 15% പേർക്ക് പാകിസ്ഥാനിൽ സജീവ പാസ്പോർട്ടുണ്ട്. ഇത് പുതുക്കുന്നതിനുള്ള ചെലവും വളരെ വലുതാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.